അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, റബീഅ ക്യാമ്പയിൻ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മവും നബി തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെ പരാമർശിച്ചു പോകുന്നതാണ് ഈ ക്യാമ്പയിൻ. ഇന്നിവിടെ ഞാൻ ഊന്നി പറയാൻ പോകുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വവും ശ്രേഷ്ഠതയും വലിപ്പവുമൊന്നും സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഏകദേശം 15 നൂറ്റാണ്ട് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. എന്നാൽ അതിൻ്റെ എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ് പ്രവാചകന്മാർ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദം നബി അലൈഹിസ്സലാം മുതൽ പ്രവാചക ശൃംഖല തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അവസാനിക്കുകയാണ്. തങ്ങൾ അവസാനത്തെ നബിയാണ്. പക്ഷേ എല്ലാ നബിമാരുടെയും മുർസലീങ്ങളുടെയും മുൻപിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം. ഫാഖൻ നബിയ്യീന ഫി ഖൽഖിൻ വഫി ഖുലുഖി വലം യുദാനൂഹു ഫി ഇൽമിൻ വലാ കറമി എന്ന് പറഞ്ഞ് കുറേ ബൈത്തുകളിൽ ഇമാം ബൂസീരി റഹ്മഹുല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം വർണ്ണിച്ചിട്ടുണ്ട്. എല്ലാ നബിമാരും നബിതങ്ങളുമായി ബന്ധപ്പെട്ടവരായിരുന്നു. മഹാഭൂരിഭാഗം നബിമാർ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ നേരത്തെ വന്നു കഴിഞ്ഞു പോയി തിരിച്ചു പോയെങ്കിലും അവസാനത്തെ നബിയുമായി അവർക്കൊക്കെ അതിശക്തമായ ബന്ധമുണ്ടായിരുന്നു. ഇത് ഖുർആനിൽ പറയുന്നുണ്ട്. വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أأقررتم وأخذتم على ذلكم إصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين. ഇത് വളരെ വ്യക്തമായി നമ്മൾ ഈ പറയുന്ന പോയിൻ്റ് അതിൽ പരാമർശിച്ചിട്ടുണ്ട്. എല്ലാ അംബിയ മുർസലീങ്ങളിൽ നിന്നും അള്ളാഹു കരാറ് ഉടമ്പടി സ്വീകരിച്ചു എന്നാണ്. ഇത് അഖദല്ലാഹു മീസാഖൻ നബിയ്യീൻ. എന്തായിരുന്നു ഉടമ്പടി കരാറ്? ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ. ഓരോ നബിയോടും ഓരോ റസൂലിനോടും അള്ളാഹു പറയാണ്, ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ, നിങ്ങൾക്ക് ഞാനൊരു വേദവും ശരീഅത്തുമൊക്കെ തരുന്നു. സുമ്മ ജാഅക്കും റസൂലും മുസദ്ദിഖുൻ ലിമാ മഅക്കും. അങ്ങനെ നിങ്ങൾ റസൂലായി നബിയായി വന്നതിന് ശേഷം നിങ്ങളുടെ ആശയങ്ങൾ, സിദ്ധാന്തങ്ങൾ, നിങ്ങളുടെ ദീനിൻ്റെ മൗലികമായ കാര്യങ്ങൾ ഇതൊക്കെ അംഗീകരിച്ച് ശരിവെച്ചുകൊണ്ട് ഒരു റസൂൽ വരികയാണെങ്കിൽ ആ റസൂലിനെ നിങ്ങൾ വിശ്വസിക്കണം. ആ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മറ്റുള്ളവരൊക്കെ മുൻപേ കഴിഞ്ഞു പോയവരാണ്. നബി തങ്ങൾ അവസാനം വന്ന നബി റസൂലാണ്. അപ്പോൾ ഓരോ നബിയോടും ഓരോ റസൂലിനോടും അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപ് നിയുക്തരായ വന്നു പോയ ഓരോ നബിയോടും ഓരോ റസൂലിനോടും അല്ലാഹു തആല ഉടമ്പടി വാങ്ങി, നിങ്ങളുടെ കാലത്ത് നിങ്ങളുടെ ആശയം അംഗീകരിച്ച് ഒരു റസൂൽ വരികയാണെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾ അനുസരിക്കണം, അദ്ദേഹത്തെ നിങ്ങൾ അംഗീകരിക്കണം, അദ്ദേഹത്തെ നിങ്ങൾ സഹായിക്കണം. ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ ثم جاءكم رسول مصدق لما معكم لتؤمنن به. ആ നബിയെ നിങ്ങൾ വിശ്വസിച്ചേ തീരൂ, തീർച്ച എന്നാണ് എൻ്റെ അർത്ഥം. വലതൻസുറുന്ന, ആ നബിയെ ആ റസൂലിനെ നിങ്ങൾ സഹായിക്കുകയും ചെയ്തേ പറ്റൂ, തീർച്ച. ഇതാണ് ഉടമ്പടി ചെയ്യുന്ന വിഷയം. ഖാല അഖറർതും വഅഖദ്തും അലാ ദാലികും ഇസ്രി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമായോ? നിങ്ങളതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടോ? മനസ്സിലാക്കിയോ? എന്നിട്ട് എന്നോട് നിങ്ങൾ ഉടമ്പടി ചെയ്യാൻ റെഡിയായിരിക്കുന്നുവോ?
ഖാലു എല്ലാ അംബിയാ മുർസലീങ്ങളും പ്രതികരിച്ചു അഖറർന, പഠിച്ചവനെ ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. ഖാല, അല്ലാഹു തആല പറഞ്ഞു ഫശ്ഹദു, എന്നാൽ നിങ്ങൾ ഈ കാര്യം സാക്ഷ്യം വഹിക്കണം. വ അന മഅക്കും മിനശ് ഷാഹിദീൻ, നിങ്ങളോടുകൂടി ഞാനും സാക്ഷിയാവുകയാണ് ഈ സംഭവത്തിൽ. ഇത് വേറെ ഹദീസുകളിലും വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് മൂസാ നബി അലൈഹിസ്സലാം ഇപ്പോൾ സമാഗതരാവുകയാണെങ്കിൽ മൂസാ നബിക്ക് എന്നെ വിശ്വസിച്ചേ തീരൂ, ഞാൻ നേരത്തെ വന്ന നബിയാണ്, റസൂലാണ്, ബനു ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട റസൂലാണ് എന്ന് പറഞ്ഞ് മൂസാ നബിക്ക് സ്വന്തം ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റില്ല. എൻ്റെ അനുയായിയായി ഞാൻ അവതരിപ്പിക്കുന്ന ശരീഅത്ത് 100% അംഗീകരിച്ച് പ്രയോഗവൽക്കരിച്ച് നടപ്പാക്കണം. ഇത് അല്ലാഹു തആല ഇസ്രാ മിഅ്റാജിൻ്റെ രാത്രിയിൽ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നബിയുടെ നേതൃത്വം, വിശ്വ നേതൃത്വം, ലോകത്തിനാകെ റസൂല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതാവാണ്. മിഅ്റാജിൻ്റെ രാത്രി നബി തങ്ങൾ ബൈത്തുൽ മഖ്ദിസിൽ എത്തിച്ചേർന്നു. അവിടെ എല്ലാ അംബിയാ മുർസലീങ്ങളെയും അള്ളാഹു ഹാജരാക്കിയിരുന്നു. അങ്ങനെ അവിടെ 2 റക്അത്ത് നിസ്കരിക്കണം അവരെല്ലാവരും. ആ 2 റക്അത്ത് നിസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇമാമായി അള്ളാഹു അവരോധിക്കണം. അംബിയാ മുർസലീങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് നമസ്കരിക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലഗണനയിൽ വഴിയേ ആണ് വന്നതെങ്കിലും തനിക്ക് മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങൾക്കിടയിലായി വന്ന ഓരോ നബിയും റസൂലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിച്ചേ പറ്റൂ എന്നാണ് ഖുർആനിക സൂക്തത്തിൻ്റെയും ഇസ്രാ സംഭവത്തിൻ്റെയുമൊക്കെ രത്നസംഗ്രഹം. മാത്രമല്ല പ്രവാചകന്മാരെ അംബിയാ മുർസലീങ്ങളെ അയക്കൽ അല്ലാഹു തആല നിർത്തി. ഏകദേശം 1500 കൊല്ലം മുമ്പ് ഇന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശയം, ആദർശം, ശരീഅത്ത്, കിതാബ്, മുഅ്ജിസത്തുകൾ ഒക്കെ ലോകത്ത് നിലനിൽക്കുകയാണ്. അവ അസ്തമിച്ചു പോയിട്ടില്ല. ജാഅൻ നബിയ്യൂന ബിൽ ആയാതി ഫൻസറമത് വജിഅ്തനാ ബികിതാബിൻ ഗൈരി മുൻസരിമി ആയാതുഹു കുല്ലമാ ജാഅൽ മദാ ജുദൂദുൻ യസീനുഹുന്ന ജമാലുൽ ഇത്ഖി വൽ ഖിദമി. പഴക്കം എത്രയായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വവും തങ്ങളുടെ ശരീഅത്തും തങ്ങളുടെ കിതാബും അധ്യാപനങ്ങളുമൊക്കെ ശാശ്വതമായി നിലകൊള്ളുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുന്നതമായ ഈ വ്യക്തിത്വം ലോകത്തിന് നാനാഭാഗത്തും വിളംബരം ചെയ്യുവാനും പ്രചരിപ്പിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരങ്ങൾ നൽകുമാറാകട്ടെ. അതിൻ്റെ ഭാഗമായാണ് ഈ നബിദിന ക്യാമ്പയിൻ നമ്മൾ ആഘോഷിക്കുന്നത്. അള്ളാഹു ഇത് വിജയപര്യവസായി ആക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.